everyone, welcome back to Crack DUET series. അപ്പോൾ നമ്മൾ ക്രാക്ക് DUET സീരീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ഓൾറെഡി അതിൻ്റെ ഫസ്റ്റ് 2 സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. MA ഇംഗ്ലീഷിൻ്റെ ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൽ വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 50 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 സെഷനിലായിട്ട്. അപ്പോൾ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ പോയി ബാക്കി സെഷൻസ് കാണേണ്ടതുണ്ട്. അതിനുശേഷം ഈ ഒരു സെഷൻ കാണുക. ഓക്കെ, ഈ ഒരു ക്രാക്ക് DUET സീരീസ് എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ച് ഒരു 1-2 റീഡിംഗ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടുള്ള മോസ്റ്റ്ലി ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടായിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, decide on the proper order of the sentences given below. ഏതാണ് proper order എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, therefore it appears that she is not romantic in her love for Bertram. Instead she possesses a practical approach towards her love for Bertram. On the contrary, her love seems to get its roots from the practical approach to life. She probably realizes that by marrying Bertram, she can achieve the social status which her lower birth denied her. To me, it appears that Helena's love for Bertram is neither a religious one nor a romantic one. ഓക്കെ, സോ ഇതിൻ്റെ പ്രോപ്പർ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ നോക്കേണ്ടത് കണക്ട് സെൻറ്റൻസസ് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബേസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ച് തുടങ്ങുന്നതാണെങ്കിലായിരിക്കണം അത് ഫസ്റ്റ് വരേണ്ടത്. കണ്ടിന്യൂഷൻ പോലെ തോന്നുന്ന, അതായത് ഇപ്പോൾ therefore, on the contrary ഒക്കെ മുന്നേ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനത്തെ സെന്റൻസസ് ആണെങ്കിൽ അത് ഒരിക്കലും വരില്ല. സോ എയും ബിയും വെച്ച് തുടങ്ങുന്ന സെന്റൻസസ് ഓപ്ഷനിൽ നിന്ന് കളയാം. എ വെച്ചിട്ടുള്ള സെന്റൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് രണ്ടും അല്ല. പിന്നെ ഉള്ളത് ഡി ആണ്. അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഡി ആണ് അടുത്ത, അല്ലെങ്കിൽ ഡി ആണ് സ്റ്റാർട്ടിംഗ് സെന്റൻസ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. സോ ടു മീ ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഹെലനാസ് ലവ് ഫോർ ബെർട്രാം ഇസ് നീദർ എ റിലീജിയസ് വൺ നോർ എ റൊമാൻറ്റിക് വൺ. അത് ഫിക്സ് ആയി. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ബി ആണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, കാരണം രണ്ടിലും ബി ആണ്. സോ ഓൺ ദ കോൺട്രറി, her love seems to get its root from practical approach to life. അതുവരെ കറക്റ്റ് ആണ്. അതിനുശേഷം ഡി ബി കഴിഞ്ഞ് സി എ ആണോ എ സി ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ therefore വരുന്നത് കൊണ്ട് തന്നെ അത് മിക്കവാറും ലാസ്റ്റ് വരേണ്ട ഒരു സെന്റൻസ് ആയിരിക്കണമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായിരിക്കും ഓർഡർ? ഡി ബി സി എ ഇതായിരിക്കും ഓർഡർ. ഓപ്ഷൻ 4 is the right answer. Sorry, option 2 is the right answer. D, B, C, A. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ സെൻറ്റൻസസിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കേണ്ടത്. ബേസ് സെൻറ്റൻസ് ആയിരിക്കും ആദ്യമേ വരുന്നത്. കണക്ഷൻ സെൻറ്റൻസസ് ഉണ്ടെങ്കിൽ അത് പിന്നീടായിരിക്കും വരിക. അങ്ങനെ ഓപ്ഷൻസ് വെച്ച് എലിമിനേറ്റ് ചെയ്ത് വേണം ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങൾക്ക് ചാറ്റിൽ ലൈവായിട്ട് കാണുന്നവർ ചാറ്റിൽ ആൻസേഴ്സ് പിന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. Okay, next question. In psychoanalysis and literary analysis, the term uncanny suggests. Psychoanalysis-ൽ ഒരു term ആണ് uncanny എന്ന് പറയുന്നത്. So ആ term-ന്റെ meaning എന്താണ്? A familiar feeling, an unfamiliar feeling, an unfamiliar feeling within familiar, a familiar feeling within unfamiliar. ഇത് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള, തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അൺകാനി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടൊന്ന് വായിക്കുക. സൈക്കോ അനലിറ്റിക് തിയറിക്കകത്ത് വരുന്നതാണ്. സോ അൺകാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അൺഫെമിലിയർ ഫീലിംഗ് വിത്തിൻ ഫെമിലിയർ ആൻ അൺഫെമിലിയർ ഫീലിംഗ് വിത്തിൻ ഫെമിലിയർ ആണ് അൺകാനി. ഓക്കെ, then next question. Who is the precursor of dialogic criticism? Dialogic criticism ഒരു ഫേമസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഡയലോജിക് ക്രിറ്റിസിസത്തിന്റെ പ്രീകർസർ ആരായിരുന്നു? ആ ക്രിറ്റിസിസം കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ അതിനെപ്പറ്റി സംസാരിച്ചത് ആരായിരുന്നു? കാൾ മാർക്സ്, മിഖായേൽ ബാക്ചിൻ, സ്വിറ്റ്സാൻ തൊഡ്രോ, വെയിൻസി ബൂത്ത്. ഡയലോജിക് ക്രിറ്റിസിസത്തിനെ പറ്റി സംസാരിച്ചത് മറ്റാരുമല്ല, മിഖായേൽ ബാക്ചിൻ ആണ്. മിഖായേൽ ബാക്ചിൻ. Next question. Which of these statements are not associated with postmodernism? Postmodernism ആയിട്ട് associate ചെയ്തിട്ടില്ലാത്ത terms ഏതാണ്?
ടേം ഏതാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Postmodern works reject the idea of absolute meaning and instead embrace randomness and disorder. ശരിയാണോ? ശരിയാണ്. absolute meaning എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഇല്ല. Then അപ്പോൾ ഇത് കറക്റ്റ് ആണ്. Postmodern literature emphasized meaninglessness and play. കറക്റ്റ് ആണ്. മീനിങ്ലെസ്നെസ്സും പ്ലേ ഓഫ് മീനിങ്സും ആണ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. Then postmodern writers employed pastiche and the combination of high and low culture. Correct ആണ്. pastiche parody postmodern elements ആണ്. Okay. Then postmodernist used black humor, wordplay and irony to deceive readers and muddle the story. അതും correct ആണ്. black humor, wordplay, irony എല്ലാം postmodern elements ആണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്സും postmodern elements ആയതുകൊണ്ട് തന്നെ none of the above ആണ് ആൻസർ. None of the above ആണ് answer. Okay. Next question. Dash is primarily engaged in identifying distinctly feminine subject matter in the literature written by women, uncovering the history of female literary tradition, depicting that there is feminine mode of experience and subjectivity in thinking and perceiving the self and world, and specifying traits of woman's language, a distinctively feminine style of speech and writing. Cultural theory, feminism, queer theory, gynocriticism. Feminine subject matter of woman's language, ഇതിനെയൊക്കെ പറ്റി ഫീമെയിൽ ലിറ്റററി ട്രഡീഷൻ ഇതിനെയൊക്കെ പറ്റി പറയുന്നത് വേറൊന്നുമല്ല ഗൈനോക്രിറ്റിസിസം ആണ്. എലൈൻ ഷോവാൾട്ടറിന്റെ ഒരു ടേം ആണ് ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്നത്. എലൈൻ ഷോവാൾട്ടർ. So please read about gynocriticism. അവർ 3 ഫേസസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഫെമിനിൻ, ഫീമെയിൽ, ഫെമിനിൻ, ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. ഫീമെയിൽ, ഫെമിനിൻ, ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ 3 ഫേസസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ആണ്. ലിസ്റ്റ് 2 തിയറിസ്റ്റ് ഉണ്ട്. റഷ്യൻ ഫോർമലിസം, സബോൾട്ടേൺ സ്റ്റഡീസ്, സ്ട്രക്ചറലിസം, മാർക്സിസം. റെയ്മണ്ട് വില്യംസ്, ദീപേഷ് ചക്രബർത്തി, വിക്ടർ സ്ക്ലോവ്സ്കി, ക്ലോഡ് ലെവി-സ്ട്രോസ്. റഷ്യൻ ഫോർമലിസം ആണ് വളരെ എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരാളാണ് വിക്ടർ സ്ലോവ്സ്കി. ഫോർമലിസം ആയിട്ട് വളരെ അധികം അസോസിയേറ്റഡ് ആണ്. ആർട്ട് ആസ് ടെക്നീക്ക് എന്നുള്ളതാണ് വിക്ടർ സ്ലോവ്സ്കിയുടെ മേജർ ഒരു കോൺസെപ്റ്റ്. ദെൻ സ്ട്രക്ചറലിസവും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ക്ലോഡ് ലെവി-സ്ട്രോസ് അദ്ദേഹത്തിന്റെ ബ്രിക്കോളാഷിന്റെ ടേംസും ബ്രിക്കോളാഷും ഒക്കെ ക്ലോഡ് ലെവി-സ്ട്രോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് സ്ട്രക്ചറലിസത്തിൽ പറയുന്നതാണ്. അപ്പോൾ A3യും B4ഉം ആണ്. സോ ഓപ്ഷൻ 4 is the right answer. C1. Sorry. A3 വരുന്ന 2 എണ്ണം ഉണ്ട്. അതിൽ B4 ആണോ B2 ആണോ? B2 ആണ് കേട്ടോ. B2 ദീപേഷ് ചക്രവർത്തിയാണ് സബോൾട്ടേൺ സ്റ്റഡീസ്. C4 കൾച്ചറലിസം, സോറി സ്ട്രക്ചറലിസം, ക്ലോഡ് ലെവി-സ്ട്രോസ്. മാർക്സിസം, റെയ്മണ്ട് വില്യംസ്. ഒരു സെക്കൻഡ് ജസ്റ്റ് നോക്കട്ടെ. റഷ്യൻ ഫോർമലിസം വിക്ടർ സ്ലോവ്സ്കി ആണ് A3. B2 ആണ് സബോൾട്ടേൺ സ്റ്റഡീസ് ദീപേഷ് ചക്രവർത്തി. സ്ട്രക്ചറലിസം ക്ലോഡ് ലെവി-സ്ട്രോസ് ആണ്. റൈറ്റ്. C4. മാർക്സിസം റെയ്മണ്ട് വില്യംസ്. യെസ്, റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 is the right answer. Okay. Next question. Find out which part of the sentence has an error. If there is no error, mark option 4. The flexibility of language arises because language is not constrained by the need to match the form of a word and its meaning. ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. The flexibility of language arises എന്ന് വേണം. സോ ഓപ്ഷൻ 1ലാണ് എറർ. ഓക്കെ. Then next question. Choose the option which has correct spelling. ഇതൊരു കെമിക്കൽ എലമെന്റ് ആണ്.
109 അറ്റോമിക് നമ്പർ ഉള്ള കെമിക്കൽ എലമെന്റ് ആണ്. മെത്നേറിയം എന്നുള്ളതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. മെത്നേറിയം MEITNERIUM, മെത്നേറിയം. Okay. Question number 60. I will love you, dear, I will love you, till China and Africa meet and the river jumps over the mountain and the salmon sing in the street. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. ആരെഴുതിയതാണെന്ന് അറിയാവോ? WH ഓർഡൻ എഴുതിയതാണ്. WH ഓർഡൻ 30s പോയിറ്റ് ആണ്. WH ഓർഡൻ 1930s ഉണ്ടായിരുന്ന പോയിറ്റ് ആണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആസ് ഐ വാക്ക്ഡ് ഔട്ട് വൺ ഈവനിങ്, ആസ് ഐ വാക്ക്ഡ് ഔട്ട് വൺ ഈവനിങ്, ഇതാണ് ആ പോയത്തിന്റെ പേര്. ആൻഡ് ഈ പോയം എന്തിനാണ്, ഈ പോയത്തിന്റെ ഈ ലൈൻസ് ഏത് പോയറ്റിക് ഡിവൈസിനെയാണ് കാണിക്കുന്നതെന്നാണ് ചോദ്യം. ഹൈപ്പർബെലെ, ഒലിട്രേഷൻ, ഐറണി, പെർസോണിഫിക്കേഷൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹൈപ്പർബെലയാണ്, കാരണം എക്സാജറേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ടിൽ ചൈന ആൻഡ് ആഫ്രിക്ക മീറ്റ്, റിവർ ജംപ്സ് ഓവർ ദ മൗണ്ടൻ, സാൽമൺ സിംഗ് ഇൻ ദ സ്ട്രീറ്റ്, ഇതെല്ലാം എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ്, അപ്പോൾ അത് ഇമേജസ് ആണ്. അപ്പോൾ അതും കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഹൈപ്പർബെലെ ആണെന്നുള്ളത്. Next question. Arrange these events in the chronological order. Publication of Bankim Chandra Chatterjee's Rajmohan's Wife, Macaulay's Minutes upon Indian Education, publication of Rabindranath Tagore's Geetanjali, publication of India's first newspaper, Hickey's Bengal Gazette by James Augustus Hickey. നിങ്ങൾക്ക് ഇതിൻ്റെ ഇയേഴ്സ് അറിഞ്ഞുകൂടെങ്കിലും ഗസ് ചെയ്യാൻ സാധിക്കാൻ പറ്റണം എന്നുള്ളതാണ്. മെക്കോളേസ് മിനിറ്റിൻ്റെ ഇയർ എല്ലാവരും അറിഞ്ഞിരിക്കണം, 1835 ആണ്. ഗീതാഞ്ജലിയുടെ ഇയറും അറിഞ്ഞിരിക്കണം, കാരണം രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ നൊബേൽ പ്രൈസ്. അദ്ദേഹത്തിന് 1913 നൊബേൽ കിട്ടിയത്. അതിന് തൊട്ട് മുന്നത്തെ വർഷമാണ് ഗീതാഞ്ജലി പബ്ലിഷ് ചെയ്യുന്നത്. ഗീതാഞ്ജലിക്കാണ് അവാർഡ് കിട്ടുന്നത്. അതുപോലെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ രാജ്മോഹൻസ് വൈഫാണ് ഫസ്റ്റ് നോവല്. അത് വന്നിട്ട് 1864 ഓക്കെ, ഈ ഇയർ അറിയാൻ സാധ്യതയില്ല. പിന്നെ ആദ്യത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കണം ഫസ്റ്റ് എന്ന് നമ്മൾ ഊഹിക്കണം. 1780 ഫസ്റ്റ് ന്യൂസ് പേപ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തായാലും എല്ലാത്തിനും മുന്നേ ആയിരിക്കണമല്ലോ. പിന്നെ ഇത് കൊളോണിയൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ബിയും എയും തമ്മിൽ. എന്നാലും ജസ്റ്റ് ഒരു ഗസ് വർക്ക് വെച്ച് വേണമെങ്കിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ DBAC ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. DBAC. ഓക്കെ, then next question. Identify the poem written by Nissim Ezekiel. Nissim Ezekiel ഒരു ജൂയിഷ് പോയറ്റ് ആണ്, ജൂയിഷ് ഇന്ത്യൻ പോയറ്റ് ആണ്. അദ്ദേഹം എഴുതിയ പോയം ഏതാന്ന് കണ്ടുപിടിക്കണം. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, ഫ്രീഡം, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ, എ റിവർ, എല്ലാ ഫേമസ് പോയംസ് ആണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എഴുതിയത് കമലാദാസ് ആണ്. ഫ്രീഡം എഴുതിയത് ടാഗോർ ആണ്. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എഴുതിയത് എസക്കിയൽ ആണ്. ആൻഡ് റിവർ എഴുതിയത് AK രാമാനുജൻ. So the right answer is Night of the Scorpion. Then 63. Who among the following Indian authors propagated the idea of world literature? World literature എന്ന കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്? മുൻഷി പ്രേംചന്ദ്, രവീന്ദ്രനാഥ് ടാഗോർ, മിർസ ഗാലിബ്, ഫക്കീർ മോഹൻ സേനാപതി. വേറെ ആരും അല്ല, ടാഗോർ ആണ് കൊണ്ടുവന്നത്. ഇറ്റ്സ് രവീന്ദ്രനാഥ് ടാഗോർസ് കോൺസെപ്റ്റ് ഓഫ് വേൾഡ് ലിറ്ററേച്ചർ. വേൾഡ് ലിറ്ററേച്ചർ, വേൾഡ് ലിറ്ററാച്ചൂർ എന്ന് പറയുന്നത് ഗഥെ, ഫെഡറിഷ് വോൺ ഗത്തയുടെ കോൺസെപ്റ്റ് ആണ്. ജർമ്മൻ ലിറ്ററേച്ചറിൽ വരുന്നൊരു കോൺസെപ്റ്റ് ആണ്. സ്റ്റോം ആൻഡ് സ്ട്രെസ് മൂവ്മെന്റിന്റെ, ഡ്രങ്ക് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ വേൾഡ് ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റ് ഇന്ത്യൻ ഓതേഴ്സിൽ പ്രൊപ്പഗേറ്റ് ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, then 64.
Which of the following is a verse adaptation of an episode from the legend of Born Bibi, a tale popular in the villages of the Sundarban? ഇത് അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. Amitav Ghosh's Jungle Nama, Manik Bandyopadhyay's The Boardman of Padma, Vibhuti Bhushan Bandyopadhyay's Restless Water of Ichamati, Bankim Chandra Chatterjee's Mrinalini. ആൻസർ ഞാൻ പറഞ്ഞു തരാം. അമിതാവ് ഘോഷിന്റെ ജംഗിൾ നാമയാണ് ആൻസർ. ഓക്കെ, so this is a very factual question. Answer അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഗെസ് വർക്ക് ഒന്നും നടക്കില്ല. Next question. Given below are two statements. One is labeled as assertion A and other is labeled as reason R. Assertion. Romanticism of the Indian poets was different from English romanticism since the former was fraught with nationalism, spirituality and mysticism. ശരിയാണ്. റൊമാൻറ്റിസിസം, ഇന്ത്യയിൽ റൊമാൻറ്റിസിസം നാഷണലിസമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നതാണ്. സോ ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ. വൈൽ അറബിന്ദോ സെർച്ച്ഡ് ഫോർ ദ ഡിവൈൻ ഇൻ മാൻ, ക്വസ്റ്റ് ഓഫ് ടാഗോസ് പോയട്രി വാസ് ദ ബ്യൂട്ടിഫുൾ ഇൻ മാൻ ആൻഡ് നേച്ചർ. അത് കറക്റ്റ് ആണ്, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ല. സോ അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആയിട്ടുള്ളത്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ. Next question. Choose the appropriate response with reference to the following statements. Rabindranath Tagore won the Nobel Prize for Literature in 1913 for his collection Geetanjali, published in 1912. Important information ആണ്, ഓർത്ത് വയ്ക്കുക. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The central theme of Geetanjali is devotion and its motto is colonialism. ഡിവോഷൻ ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ മോട്ടോ കൊളോണിയലിസം അല്ല. സോങ്സ് ഓഫറിംഗ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ. അതിനകത്ത് ഡിവോഷനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. സോ കൊളോണിയലിസം അതിനകത്ത് വരുന്നില്ല. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. Next question. Amrita Pritham. Amrita Pritham is a very famous writer, is best remembered for her poignant poem Aaj Akhan Waris Shanu. Today I invoke Waris Shah. അത് ഏത് ജോണറിലുള്ള പോയിട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലജി, ലിറിക്, നാരറ്റീവ്, ഡ്രമാറ്റിക്. എലജി ആണ് അതൊരു. ഐ ഇൻവോക്ക് വാരിസ് ഷാ, വാരിസ് ഷായുടെ മരണമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എഴുതിയതാണ്. ഫ്രീഡം കിട്ടിയതിന് ശേഷം എഴുതിയൊരു പോയമാണ്. ഫ്രീഡത്തിന്റെ കറക്റ്റ് മീനിങ് ഇത് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള രീതിയിലുള്ളൊരു പോയമാണ്. Then question number 68. Which of these is or are not a theme of Rag Darbari? Rag Darbari is a novel by Srilal Shukla. Okay, Srilal Shukla. Answer B only ആണ് കേട്ടോ. റൂറൽ ഡയസ്റ്റോപ്പിയ, മിസ്യൂസ് ഓഫ് ടെക്നോളജി, പവർ പൊളിറ്റിക്സ്, സറ്റയർ ഓൺ ഗവൺമെന്റ്. ഇതിൽ മിസ്യൂസ് ഓഫ് ടെക്നോളജി മാത്രം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഓക്കെ. അടുത്തത് ഒരു പാസേജ് ആണ്. പാസേജ് ഞാൻ വായിക്കാം, അതിനുശേഷം പാസേജിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് സൗകര്യാനുസരണം വായിക്കാവുന്നതാണ് കേട്ടോ. She had gone back to Tara once in fear and defeat, and she had emerged from its sheltering walls strong and armed for victory. What she had done once, somehow please God, she could do again. How she did not know. She did not want to think of that now. All she wanted was a breathing space in which to hurt, a quiet place to lick her wounds, a haven in which to plan her campaign. She thought of Tara, and it was as if a gentle, cool hand were stealing over her heart. She could see the White House gleaming welcome to her through the reddening autumn leaves, feel the quiet hush of the country twilights coming down over her like a benediction, feel the dews falling on the acres of green bushes starred with fleecy white, see the raw color of the red earth and the dismal dark beauty of the pines on the rolling hills. She felt vaguely
comforted, strengthened by the picture, and some of her hurt and frantic regret was pushed from the top of her mind. She stood for a moment, remembering small things, the avenue of dark cedars leading to Tara, the banks of Cape Jessamine bushes, vivid green against white walls, the fluttering white curtains. And Mammy would be there. Suddenly she wanted Mammy desperately, as she had wanted her when she was a little girl, wanted the broad bosom on which to lay her head, the gnarled black hand on her hair. Mammy, the last link with the old days. With the spirit of a people who would not know defeat, even when it stared them in the face, she raised her chin. She could get Rhett back. She knew she could. There had never been a man she couldn't get once she set her mind upon him. I'll think of it all tomorrow at Thara. I can stand it then. Tomorrow I will think of some way to get him back. After all, tomorrow is another day. So idana passage. Read the passage given below and answer the questions which follow by choosing the most appropriate response with reference to the passage from the given options. Why is the person in reference, the she, feels comforted on reaching her native place? Native place-ലേക്ക് വരുമ്പോഴത്തേക്ക് അവർ കംഫർട്ടഡ് ആയിരിക്കുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കംഫർട്ടഡ് ആവുന്നത്? Because Mammy might still inhabit her native place, because she hopes to find comfort by establishing a nostalgic link to the spirit of her people, because the reddening autumn leaves and dews falling on the acres of green bushes remind her of Rhett, because that is where her lost lover Rhett has gone to. എന്താണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, Mammy, the last link with the old days, with the spirit of her people who would know not defeat even when it stared them in face, she raised her chin. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പിരിറ്റ് കിട്ടും എന്നുള്ളതാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. So because she hopes to find comfort by establishing a nostalgic link to the spirit of her people. അവരുടെ സ്വന്തം പീപ്പിളിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ലിങ്ക് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. That is why she is comforted. Okay, next question. Who is the author referring to as Mammy in the extract? The childhood black maid of the person in reference, the lost lover of the person in reference, the beloved pet of the person in reference, the native place of the person in reference. ഇതിൽ ഇത് മൂന്നും അല്ലാന്ന് നമുക്കറിയാം. ലോസ്റ്റ് ലവർ പേര് റെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമല്ല, ചൈൽഡ്ഹുഡ് ബ്ലാക്ക് മെയ്ഡ് ആണ്. അതിൻ്റെ ഒരു ഇത് ഇവിടെ പറയുന്നുണ്ട്, കണ്ടോ, ദ ഗ്നാൾഡ് ബ്ലാക്ക് ഹാൻഡ് ഓൺ ഹെർ ഹെയർ, ബ്രോഡ് ബൂസം, ഇതെല്ലാം കാണിക്കുന്ന ഒരു മെയ്ഡ് ആയിരുന്നു, ബ്ലാക്ക് വുമണും ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, so that is the answer. Now next question. What is the mood of the person she according to the passage? ആ പേഴ്സന്റെ മൂഡ് എന്താണ്? She is fundamentally despondent to the future. She is inherently desolate towards her future. She is fundamentally optimistic towards the future. She is in denial towards a traumatizing bleak future. വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടുമോറോ ഇസ് അനദർ ഡേ എന്നുള്ളത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്ക് ആണിത്. സോ അതുകൊണ്ട് തന്നെ വേറൊന്നല്ല, ഒപ്റ്റിമിസം ആണ്. ഷീ ഈസ് ഫണ്ടമെന്റലി ഒപ്റ്റിമിസ്റ്റിക് ടുവേർഡ്സ് ഹർ ഫ്യൂച്ചർ. ഒപ്റ്റിമിസ്റ്റിക്. Next question. Based on your understanding of the above passage, which genre would you identify the extract from? Pastoral fiction, Victorian romance, tragedy comedy, modernist literature. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പാസ്റ്ററൽ ഫിക്ഷൻ. It is a pastoral fiction. Okay. So that is about the passage. Next question. Who won the Nobel Prize for Literature in 2020? 2020 Nobel നേടിയത് ആരാണ് ലിറ്ററേച്ചറിന്? ഡോറസ് ലെസിംഗ്, അമിതാവ് ഘോഷ്, ലൂയി ഗ്ലക്ക്, ഇസബെൽ അലൻഡെ. ആരാണെന്ന് അറിയാലോ? ലൂയി ഗ്ലക്ക്. Which of these statements is or are correct about Aristotle's poetics? Aristotle's poetics നെ സംബന്ധിച്ചിടത്തോളം ഏതാണ് correct ആയിട്ടുള്ള statement? The poetics is a short
treatise of 26 chapters and 45 pages. It does not say much about comedy, touches rather briefly on the epic. The concept of catharsis has been fully developed in the poetics. അതൊരു ഷോർട്ട് ട്രിയറ്റിസ് ആണ്. 26 ചാപ്റ്റേഴ്സും 45 പേജസും ആണ് ഉള്ളത്. കോമഡിയെ പറ്റിയും എപ്പിക്കിനെ പറ്റി അധികം പറയുന്നില്ല, ട്രാജഡിയെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ കഥാർസിസ് അവിടെ ഫുള്ളി ഡെവലപ്പ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ബി ആൻഡ് സി ഓപ്ഷൻ 4 എ ആൻഡ് ബി ഒള്ളിയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below are two statements about deconstruction. Deconstruction പറ്റിയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. It doubts a definitive meaning and thrusts on an impasse. കറക്റ്റ് ആണ്. ഇംപാസിൽ ഒരു ത്രസ്റ്റ് അവിടെ ഉണ്ട്. അതായത് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു തീരുമാനമില്ല, ഒരു കോംപ്രമൈസ് അവിടെ വരുന്നില്ല. ഇറ്റ് ഡസ് ഡൗട്ട്സ് എ ഡെഫിനിറ്റീവ് മീനിങ്. അപ്പം അത് കറക്റ്റ് ആണ്. It is a form of relative skepticism. അതും കറക്റ്റ് ആണ്. That focuses on puns and wordplay. Right ആണ്. So both statement 1 and statement 2 are true. Option 3 is the right answer. Okay. Now we have come to the end of today's session. അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിലെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് which we will discuss in another session. And I would wish to share with you about the UG Plus platform. Prepwise UG Plus പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ യു ജി പ്ലസിനെ പറ്റി പറയുന്ന ഇത്രയേ ഉള്ളൂ. യു ജി പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പി ജി കോച്ചിങ് പ്ലാറ്റ്ഫോം ആണ്. അപ്പം അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം, അതായത് ഇപ്പോൾ KMAT, CMAT, ടെസ്നെറ്റ് അതുപോലുള്ള എല്ലാത്തിനുമുള്ള കോച്ചിങ്സ് ഉണ്ട്. നമ്മുടെ CUET PGയിൽ തന്നെ 18 കോഴ്സസ് ഉണ്ട്. IIT JAMൽ തന്നെ 5 കോഴ്സസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കോഴ്സസ് അവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഇങ്ങനെ PGയുടെ എൻട്രൻസിൻ്റെ കോച്ചിങ് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് CUETയുടെ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ Prepwise UG Plus സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് prepwise.in എന്ന് പറയുന്ന പേജിൽ പോയി കഴിഞ്ഞാൽ UG Plus എടുക്കാൻ സാധിക്കും. ആൻഡ് UG Plusലൂടെ നിങ്ങൾക്ക് വേരിയസ് കോഴ്സസ്, ഞങ്ങൾ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബേസ് ചെയ്ത് ഞങ്ങളോട് ചാറ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളോട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അസിസ്റ്റൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും. ഓക്കെ, സോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ ഫോർ നൗ ആൻഡ് ഐ വിൽ സീ യു അഗെയിൻ ഇൻ അനദർ സെഷൻ. ടിൽ ദെൻ, thank you and have a nice day.